കാറ്റാടിമലയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ കുറച്ചു നേരത്തേക്ക് നമ്മൾ അവിടെയാണെന്ന് തോന്നിപ്പോയല്ലേ? ഇവന്റെ വാക്കുകളിലൂടെ ശരിക്കും നമ്മൾ കാറ്റാടി മല വരെ പോയി. മാർക്കോ സാഹിബിന്റെ ഹോട്ടലിൽ തന്നെയാണോ അത്? അങ്ങനെ ഏതൊരാളിന്റെ ഹോട്ടലാണ്. അയാൾ എനിക്കറിയില്ല. വർഷം തോറും ആ സായിപ്പ് അവിടെ വന്നു പോവാറുണ്ട്. അയാൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് കാറ്റാടി മലയിലേക്ക് വരുന്നേ? ഹോട്ടൽ നടത്താനാണോ അതോ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. നിനക്ക് ഈ കാറ്റാടി മലയെ കുറിച്ചും മാർക്കോ സാഹിബിന്റെ ഹോട്ടലിനെ പറ്റിയൊക്കെ എങ്ങനെ അറിയാം? ആ സ്ഥലമായിട്ട് നിനക്കെന്താ കണക്ഷൻ? ഞാൻ കുറച്ചുനാൾ ആ ഹോട്ടലിൽ റൂം ബോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഹോട്ടലിനെ കുറിച്ചും ആ സ്ഥലത്തെ പറ്റി എനിക്കറിയാം. അപ്പോ മാർക്കോ സാഹിബിനെ പറ്റി നിനക്ക് അറിയായിരിക്കുമല്ലോ? ഇല്ല, എനിക്കറിയില്ല. നീ ആ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടും അതിന്റെ ഓണറായ മാർക്കോ സാഹിബിനെ നിനക്കറിയില്ലേ? നീ ആ ഹോട്ടലിലെ മുതലാളി അറിയാത്ത തൊഴിലാളിയായിട്ടാണോ വർക്ക് ചെയ്യുന്നത്? കേട്ടിടത്തോളം നല്ല രസമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് ഈ ട്രിപ്പ് കാറ്റാടി മലയിലേക്ക് ചാർട്ട് ചെയ്താലും? ഓക്കെ, ഒരാഴ്ച നമ്മൾ ഇനി കാറ്റാടി മലയില്. അപ്പോ കാറ്റാടി മല ഫിക്സ്. ഫിക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ തന്നെ പുറപ്പെടുന്നു. അമ്മ വിളിക്കുന്നു. ഡേ, നീ അമ്മയോട് എന്തെങ്കിലും പറയേ. വേഗം എന്തെങ്കിലും പറ, ഇല്ലെങ്കിൽ യാത്ര മുടക്കാനായിട്ട് നിന്റെ അമ്മ രാവിലെ ഇങ്ങോട്ട് കേറി വരും. അല്ല, എന്താ ഇപ്പം പറയുന്നേ? എന്തെങ്കിലും പറ. നമ്മള് ട്രിപ്പ് പോകുന്ന കാര്യം തന്നെ പറഞ്ഞാലോ? എന്നാ നീ അക്കാര്യം പറഞ്ഞ അമ്മയെ സെറ്റാക്ക്. എന്നാ ഞാനേ അമ്മയോട് പറഞ്ഞെല്ലാം സെറ്റാക്കിട്ട് വരാം. സെറ്റാവോ? സെറ്റ് ആവണമല്ലോ. നാളെ എപ്പോഴാ നീ ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നേ? അമ്മ, എനിക്ക് നാളെ അങ്ങോട്ട് വരാൻ കഴിയില്ലമ്മേ. ഞാൻ വിളിക്കുമ്പോഴല്ല നിനക്ക് ഇതാണല്ലോ പറയാനുള്ളത്. നീ എന്റെ മകളാണ്, മറക്കണ്ട. അമ്മ വിളിക്കുന്നിടത്ത് നീ വരില്ലേ? അമ്മയുടെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റിയൊന്നും ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെപ്പറ്റി പറയാൻ തുടങ്ങിയ എവിടെ എത്തില്ല. നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത പ്രശ്നം എന്താ? നീ ഇവിടെ വന്നാൽ ഞാൻ നിന്നെ പൂട്ടിയിടുകയൊന്നുമില്ല. ആ പേടിയൊന്നും എനിക്കിപ്പൊ ഇല്ലമ്മേ. അമ്മ എന്നെ പൂട്ടിയിട്ടാലും ഞാൻ പുറത്തു വരും. അതമ്മ കണ്ടതാണല്ലോ. അനു, പറയുന്ന കേൾക്ക്. നീ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നത് ആ പവർ ഓഫ് അറ്റൻഡിയുടെ പേരിലാണെങ്കിൽ ആ കാര്യം നിന്നോട് ഞാൻ ചോദിക്കില്ല. അക്കാര്യം നിന്നോട് ചോദിക്കരുതെന്ന് നന്ദൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരില് നീ വരാതിരിക്കണ്ട. അമ്മ, ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. കോളേജിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഒരാഴ്ച അവധിയായിട്ട് സ്റ്റഡി ടൂർ പോയേ പറ്റൂ. സ്റ്റഡി ടൂറോ? മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ സ്റ്റഡി ടൂർ പോകുന്നത്? മുൻകൂട്ടി അറിയിച്ചതാ. ഞങ്ങളതത്ര ഗൗരവമായിട്ട് എടുത്തില്ലായിരുന്നു. അമ്മ, സ്റ്റഡി ടൂർ പോയില്ലെങ്കിൽ എന്നെ തോൽപ്പിച്ചു കളയും. ഞാനും ഫ്രണ്ട്സ് കൂടി നാളെ തന്നെ സ്റ്റഡി ടൂർ പോവാ. എവിടെയാ നിങ്ങൾ പോകുന്നത്? അത് കർണാടകയിലമ്മേ. അവിടെ 3-4 സ്ഥലങ്ങളിൽ പോവാനുണ്ട്. പോയിട്ട് നീ എപ്പോ വരും? എപ്പോ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മ സിംഗപ്പൂരിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ തിരിച്ചു വരാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് വരാം. അമ്മേ, ഈ ടൂർ ഞങ്ങൾക്ക് പോയേ പറ്റൂ. മിസ് ചെയ്യാൻ പറ്റില്ല. എല്ലാം നേരത്തെ ഫിക്സ് ചെയ്ത് പോയതാ അമ്മ. ഇന്റർണൽ മാർക്സിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. ഞങ്ങൾ നാളെ തന്നെ പുറപ്പെടാം അമ്മേ. വന്നിട്ട് ഞാൻ വിളിക്കാവേ. ശരി. വല്ല വിധിനെ പറഞ്ഞൊപ്പിച്ചു.